പ്രസവത്തിന് ശേഷം ശിവപ്രിയയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അണുബാധയുണ്ടാകാനുള്ള സാധ്യതയെ പറ്റി പരിശോധിച്ചില്ലേ ആശുപത്രി അധികൃതർ? അതോ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഇതുപോലെയുള്ള എന്തോ ആരോഗ്യ പ്രശ്നങ്ങൾ ശിവപ്രിയയ്ക്ക് ഉണ്ടായിരുന്നോ? എപ്പോഴാണ് ആരോഗ്യനില വഷളായത്? ദിവ്യ, കഴിഞ്ഞ 22-ാം തീയതിയാണ് ശിവപ്രിയ SIT ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകിയത്. അതിനുശേഷം 2 ദിവസം ആശുപത്രിയിൽ തുടരുന്നു. ആ സമയത്ത് ശിവപ്രിയയ്ക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് നേരത്തെ സഹോദരൻ ശിവപ്രസാദ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതിന്റെ അന്ന് ശിവപ്രിയയ്ക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു എന്ന് ഭർത്താവ് മനു അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോഴൊന്നും ഈ അണുബാധയുടെ ഒരു സാധ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്കോ ആശുപത്രി അധികൃതർക്കോ അറിയില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവരിൽ സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നു. പക്ഷേ അങ്ങനൊരു സാധ്യത അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശ്രദ്ധ വേണം എന്നുള്ളൊരു കാര്യം പോലും ആശുപത്രി അധികൃതർ ഇവരോട് പറഞ്ഞിരുന്നില്ല. ആ ചോദ്യമാണ് ശിവപ്രിയയുടെ സഹോദരൻ ശിവപ്രസാദ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ശ്രദ്ധിക്കണം, അണുബാധ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അങ്ങനൊരു കെയർ ആശുപത്രി അധികൃതർ നൽകിയില്ല? അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിനകത്ത് എന്ത് മറുപടിയാണ് ആശുപത്രി അധികൃതർ നൽകുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ എന്തായാലും അണുബാധയ്ക്ക് പിന്നാലെ ആരോഗ്യനില മോശമായതിനു ശേഷമാണല്ലോ പിന്നീട് വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത് ശിവപ്രിയ. അപ്പോൾ കഴിഞ്ഞ എത്ര ദിവസമായി ശിവപ്രിയ ചികിത്സയിലായിരുന്നു അവിടെ? ദിവ്യ, കഴിഞ്ഞ 22-ാം തീയതി മുതൽ ഇന്നിപ്പോൾ ഈ 9-ാം തീയതി വരെയുള്ള സമയം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകും 19 ദിവസങ്ങളുടെ ഒരു സമയമുണ്ട്. ഈ 19 ദിവസങ്ങൾക്കിടയിലാണ് ഇതെല്ലാം നടക്കുന്നത്. 22-ാം തീയതി പ്രസവം നടക്കുന്നു. അതിനുശേഷം 2 ദിവസം ആശുപത്രിയിൽ തുടരുന്നു. 4-ാമത്തെ ദിവസം വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോകുന്നതിന് അന്ന് തന്നെ ചെറിയ പനിയും മറ്റു കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നു. ഒരു ദിവസം വീട്ടിൽ നിന്നതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും ആശുപത്രിയിലേക്ക് വരികയാണ് ചെയ്തത്. അതിനുശേഷമാണ് അണുബാധയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആശുപത്രി അധികൃതർ കണ്ടെത്തുന്നത്. അങ്ങനെ അതിനുശേഷമാണ് ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ ആദ്യം ICUവിൽ പ്രവേശിപ്പിക്കുന്നു. നില കൂടുതൽ മോശമാകുന്നു. അണുബാധ കൂടുതൽ തരത്തിലേക്ക് അതിന്റെ വ്യാപനം ഉണ്ടാകുന്നു. അങ്ങനെ വെന്റിലേറ്ററിലടക്കം ചികിത്സയിലായിരുന്നു ശിവപ്രിയ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരണപ്പെട്ടത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ അണുബാധ സാധാരണഗതിയിൽ ആശുപത്രികളിൽ നിന്ന് മാത്രം പകർന്നേക്കാവുന്ന അല്ലെങ്കിൽ മറ്റു പലതരത്തിലും ഈ ബാക്ടീരിയയൊക്കെ നമുക്ക് പകരാം. പക്ഷേ ആശുപത്രികളിൽ നിന്നാണ് കൂടുതൽ സാധ്യത ഇത് പകരാനുള്ള സാധ്യത. അപ്പോൾ ആശുപത്രിയിൽ നിന്നുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് ആശുപത്രി അധികൃതർ ആദ്യഘട്ടത്തിൽ കണ്ടില്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് പ്രിക്കോഷൻ എടുത്തില്ല എന്നുള്ള ചോദ്യമാണ് ബന്ധുക്കൾ ചോദിക്കുന്നത്. അതിനൊക്കെ ഇനിയുള്ള ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ സംഭവം അന്വേഷിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ശിവപ്രിയ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അങ്ങേയറ്റം ആരോഗ്യം മോശമായി തിരുവനന്തപുരത്ത് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇന്ന് ഉച്ചയോടുകൂടി മരണപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടതാണ്. ശിവപ്രിയയുടെ സഹോദരന്റെ പ്രതികരണം കണ്ടതാണ്. ഭർത്താവിന്റെ പ്രതികരണം കണ്ടതാണ്. കുടുംബത്തെ സംബന്ധിച്ച്, ആ കുഞ്ഞിനെ സംബന്ധിച്ചത് തീരാവേദന തന്നെയാണ്. ഒരു കുഞ്ഞുകൂടിയുണ്ട് ശിവപ്രിയക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. അമ്മയെ ചോദിക്കൂ എന്ന് അച്ഛൻ ആ കുഞ്ഞിനോട് പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ അണുബാധയ്ക്ക് ശേഷം, അത് ആരോഗ്യനില വഷളായതിനു ശേഷം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു, വെന്റിലേറ്ററിലടക്കം പ്രവേശിപ്പിക്കുന്നു. എല്ലാവിധ ചികിത്സയും, അണുബാധ തടയാനുള്ള എല്ലാവിധ സാധ്യമാകുന്ന ചികിത്സയും ശിവപ്രിയയ്ക്ക് നൽകിയിട്ടുണ്ടെന്നാണോ? എന്തുകൊണ്ട് മരണം സംഭവിച്ചു പിന്നീട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികാരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഷിജോയിലേക്ക് വരാം. ഫോൺ കട്ടായിട്ടുണ്ട്. യെസ്, എന്തായാലും വളരെ സങ്കടകരമായ അവസ്ഥയാണ് ആ കുടുംബത്തെ സംബന്ധിച്ച്. കരിക്കുളം സ്വദേശി ശിവപ്രിയാണ്. പ്രസവത്തിന് പിന്നാലെ അണുബാധയുണ്ടാവുകയും പിന്നീട് ആരോഗ്യനില വളരെ വഷളാവുകയും ചെയ്യുകയും പിന്നീട് ഇന്നിപ്പോൾ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. കുഞ്ഞുമായി ഇപ്പോൾ ബന്ധുക്കൾ, ഭർത്താവും ഒപ്പം മൂത്ത കുട്ടിയുമായി അവിടെ വലിയ പ്രതിഷേധം SIT ആശുപത്രിയിൽ ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുകയാണ്. 22-ാം തീയതിയാണ് SIT ആശുപത്രിയിൽ വെച്ച് ശിവപ്രിയ പ്രസവിക്കുന്നത്. അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ശിവപ്രിയയെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തോ ആ ദിവസങ്ങളിലോ ഒന്നും തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ശിവപ്രിയയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഡിസ്ചാർജ് ചെയ്യാൻ നേരം ചെറിയ പനിയുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയ ശേഷം ശിവപ്രിയയുടെ അവസ്ഥ വളരെ വഷളാവുകയാണ് ഉണ്ടായത്. പനി ഗുരുതരമാകുന്നു. പിന്നീട് വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് ഉടനെ തന്നെ ബന്ധുക്കൾ ശിവപ്രിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ശിവപ്രിയയ്ക്ക് അണുബാധയുണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും അതിന് ശേഷം വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്തത്. പക്ഷേ ആ ചികിത്സയൊന്നും ഫലം കണ്ടില്ല. കഴിഞ്ഞ ഇത്രയും ദിവസം വെന്റിലേറ്ററിലടക്കം കഴിയുകയായിരുന്നു ശിവപ്രിയ. അങ്ങനെ ചികിത്സയ്ക്ക് ശേഷം അതൊന്നും ഫലം കാണാതെ ഇന്നിപ്പോൾ ശിവപ്രിയ വിടവാങ്ങുകയാണ് ഉണ്ടായത്. ഷിജോ കുര്യൻ ചേരുകയാണ്. ഷിജോ, എന്തുകൊണ്ട് ശിവപ്രിയയുടെ മരണം ഉണ്ടായി? എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് അധികാരികൾ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ദിവ്യ, നിലവിൽ ശിവപ്രിയയുടെ മരണം സംബന്ധിച്ചൊരു കാര്യത്തിനകത്ത് ആശുപത്രി അധികൃതരുടെ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല.